ഹലോ നമസ്കാരം, എല്ലാവർക്കും നമസ്കാരം കേട്ടോ. നമ്മൾ ഇറ്റലിയിലാണ്. അപ്പോൾ ഇറ്റലിയിൽ നമുക്ക് വരുമ്പോൾ പലരും നാട്ടിലോട്ട് ചോദിക്കുന്നത് നമുക്ക് നാട്ടിലുള്ള ഫുഡ് കിട്ടാറുണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ഞായറാഴ്ച ദിവസങ്ങളിലാണ് നമുക്ക് ഇവിടെ അവധി വരുന്നത്. കാരണം ഞായറാഴ്ച നമുക്ക് ജോലി ഇല്ല. അപ്പോൾ ജോലി ഇല്ലാണ്ടാകുമ്പോൾ നമുക്കൊരു അക്കോമഡേഷൻ ഉണ്ട്. ആ അക്കോമഡേഷനിൽ നമുക്ക് വരുമ്പോൾ നമ്മൾ നമ്മുടെ നാട്ടിലെ ഭക്ഷണം തന്നെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യാറ്. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഞങ്ങൾ ഉണ്ടാക്കണത് എന്നിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് കണ്ടോ, നല്ല വെള്ളയപ്പമുണ്ട്, മുട്ടക്കറി, പിന്നെ ഉഴുന്നുവട കടയിൽ നിന്ന് മേടിച്ചാണ്. നമ്മുടെ ഇവിടെ ഒരു മലയാളി ചേച്ചി ഉണ്ടാക്കണതാണ്, ആ ചേച്ചിയുടെ അടുത്ത് നിന്ന് മേടിച്ചതാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഇനി ഉച്ചക്കാലത്തേക്ക് ലഞ്ചിന് ഉണ്ടാക്കുന്ന സാധനങ്ങൾ കാണിച്ചു തരാം കേട്ടോ. കണ്ട നല്ല ബീഫും കായയും. ഇതിൻ്റെ മൊത്തം കഴിഞ്ഞിട്ടില്ല കേട്ടോ, ഇത് ജസ്റ്റ് ഒന്ന് വേവിച്ച് വെച്ചിട്ടുള്ളൂ. ഇനി കുറച്ച് പണിയും കൂടി ഉണ്ട്. പിന്നെ നല്ല നാടൻ കോവയ്ക്ക വലത്തിയാണ് ഇന്നത്തെ ലഞ്ചിൻ്റെ സ്പെഷ്യൽ. അപ്പോൾ ഫുഡിൻ്റെ കേസിൽ നമുക്കൊരു പ്രശ്നമില്ല. നമ്മൾ ഞായറാഴ്ച ദിവസം നമ്മുടെ നാടൻ ഫുഡ് തന്നെയാണ് നമ്മൾ ഇവിടെ ഉണ്ടാക്കാറ്. അതെല്ലാ അക്കോമഡേഷനും അങ്ങനെ തന്നെയാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ടാണ് എല്ലാ അക്കോമഡേഷനും ഫുഡ് ഉണ്ടാക്കുന്നത്. നല്ല അടിപൊളിയായിട്ട് നാടൻ ഫുഡ് തന്നെ ഉണ്ടാക്കാറ്. പിന്നെ ഇട ദിവസങ്ങളിൽ നമ്മൾ ജോലി ചെയ്യുന്ന വീട്ടിലെ പാസ്ത അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിരിക്കും. അവിടെ നമുക്ക് നാടൻ ഫുഡ്, ചില വീടുകളിൽ നാടൻ ഫുഡ് വെക്കാൻ പറ്റും, നമ്മുടെ ഫുഡ് വെക്കാൻ പറ്റും. ചില വീട്ടുകാർ സമ്മതിക്കില്ല. കാരണം ഈ സവോള വഴറ്റണ മണവും പിന്നെ മസാലകളുടെ മണമൊന്നും അവർക്ക് ഇഷ്ടമല്ല. അതിൻ്റെ പേരിൽ നമുക്കത് വെക്കാൻ പറ്റില്ല. പക്ഷെ ചില വീടുകളിൽ വെക്കാനായിട്ട് അവർ സമ്മതിക്കും. അപ്പോൾ അങ്ങനെ സമ്മതിക്കാത്ത വീട്ടുകാരെ അവിടെ ജോലി ചെയ്യുന്നവർ ഈ ഞായറാഴ്ച നമ്മുടെ അക്കോമഡേഷനിൽ വരുമ്പോഴാണ് നമ്മുടെ നാടൻ ഫുഡ് കഴിക്കണത്. അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ ഇറ്റലിയിലെ ഒരു ഫുഡ് കാണിക്കാൻ വേണ്ടി, നമ്മുടെ നാട്ടിലെ ഫുഡ് തന്നെയാണ്, അത് ഇവിടെയും നമ്മൾ ചെയ്യാറുണ്ടെന്ന് അറിയിക്കാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. നന്ദി, നമസ്കാരം.